അയ്യോ, ആ ചൂലിനും വേദനിക്കൂല, നിലത്തിനും വേദനിക്കൂല. പിന്നെ നിനക്കൊന്ന് അമർത്തി അടിച്ചെന്താ കുഴപ്പം? എനിക്കറിയില്ലല്ലോ. അറിയില്ലല്ലോ, പിന്നെ പറയാൻ അറിയാമോ? അതിങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കി എനിക്ക് എങ്ങനെ പറ്റുള്ളൂ. എന്താ എന്താ എന്തോ തലേ തീ പിടിച്ചിട്ടേ വരും. നോക്ക് നോക്ക് നോക്ക്, കുഴപ്പമുണ്ടാവും. എന്താളിയാ? എന്താ കണക്കാ നിന്റെ ഉദ്ദേശം? എന്താ നിന്റെ ഉദ്ദേശം? നീ എന്റെ പുതിയ കമ്പനിക്കെതിരെ റിപ്പോർട്ട് അയച്ചാ? നിന്റെ കമ്പനിയോ? എന്റെന്ന് പറയാൻ ഞാനും സുരേന്ദ്ര മോഹനാളിയും കൂടെ തുടങ്ങാൻ പോകുന്ന പുതിയ സോപ്പ് കമ്പനി. റിപ്പോർട്ട് അയച്ചു. നീ എന്തിനാണ് റിപ്പോർട്ട് അയച്ചത്? റിപ്പോർട്ട് അയച്ചോണ്ട് ഞങ്ങൾക്ക് അവിടെ കറണ്ട് കിട്ടില്ലാന്ന്. നീ ആ സ്ഥലം പോയി കണ്ടാ? അളിയ ആ സ്ഥലം ഞാൻ കാണാതിരിക്കുക. നീ ആവശ്യമില്ലാത്ത പരിപാടിയാണ് ഈ കാണിക്കണത്. അതെ, ഞാൻ ചെയ്യുന്നത് എന്റെ ജോലിയാണ് കേട്ടാ. അതിനകത്ത് നീ വെറുതെ കയറി വന്നിട്ട് ഇടപെടുന്ന കണ്ട ഒരു കാര്യമില്ല. അളിയ ഇത് ചെയ്താൽ എനിക്കുണ്ടാവണ ഗുണം നിനക്ക് അറിഞ്ഞൂടാ. നിന്റെ കുടുംബം എന്റെ തങ്കത്തിന് ഞങ്ങൾക്കൊരു നിലയുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇറങ്ങിക്കണം. നീ കളിക്കാതെ റിപ്പോർട്ട് തിരുത്തി എഴുതിക്കേ. അയ്യാ, ഞാൻ ആ റിപ്പോർട്ട് തിരുത്തി എഴുതാനാ? അളിയാ, നിനക്ക് ഞാൻ എന്തെങ്കിലും സുരേന്ദ്ര മോഹൻലാലിന്റെ പറഞ്ഞ് ഞാൻ മേടിച്ചു തരാം. സത്യം. ചേട്ടാ, ഏട്ടന് ചെയ്യാൻ പറ്റണാണെങ്കിൽ ചെയ്തു തരൂ. എന്റെ ജമന്തി ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതിനേക്കാൾ അഴിമതി ഇവിടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ അഴിമതി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അളിയാ, തമാശ കളിക്കല് കോടികൾ മുടക്കിയിട്ടാണ് ഈ ബിസിനസ് തുടങ്ങാൻ പോണേ. എടേ, നീ ആ സ്ഥലം പോയി കണ്ടോ? ആ സ്ഥലത്തിന് എന്താണ് ഒരു കുഴപ്പം? എന്താ, സ്ഥലത്തിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്ത് കൂടെ ഒരു തോട് പോകുന്നുണ്ട്. അത് നീ കണ്ട? അതുകൊണ്ട് എന്താ, ആ തോട്ടിലൂടെയാണ് അവിടെയുള്ള കൃഷിക്ക് മൊത്തം വെള്ളം പോണത്. നിങ്ങളിവിടെ സോപ്പ് കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ സോപ്പുകളായിരിക്കും പാടത്തേക്ക് ഒഴുകണത്. എന്റെ പൊന്നളിയാ, നീ വിചാരിച്ചോണ്ട് കേരളത്തുകാർ ഇവിടെ അരി ഉണ്ടാക്കി തിന്നാന്ന് വിചാരിക്കണം. നമുക്ക് എപ്പോഴും തമിഴന്റെ ആന്ധ്രാക്കാരന്റെ അരി തിന്നാനേ യോഗമുള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, നീ ധൈര്യമായിട്ട് റിപ്പോർട്ട് അങ്ങ് തിരുത്ത്. ഞാനും എന്റെ പാർട്ടിയൊക്കെ ധൈര്യമായിട്ട് നിന്റെ പിന്നിലുണ്ട്. എന്നിട്ട് ജോലി പോയി കഴിയുമ്പോ ക്ലീറ്റോ ചേട്ടന്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കേണ്ടി വരും. ഞാനല്ലേ പറയണ? അളിയാ, കാര്യമായിട്ട് ഞാൻ മേടിച്ചു തരാം. വേണ്ട, എനിക്ക് സൗകര്യമില്ല. ഇത് അപകടമാണ്. ഒരു അപകടവും ഇല്ല. നീ സൂക്ഷിച്ച് കളിക്കണം. ഞാൻ സൂക്ഷിച്ച് തന്നെ കളിക്കണത്. അറിയോ, നീ സുരേന്ദ്ര മോഹൻലാളിയായിട്ടാണ് കളിക്കുന്നത് എന്നുള്ള കാര്യം മറക്കണ്ട. അയാൾ സ്നേഹിച്ചാലേ നമ്മളെ നക്കിക്കൊല്ലും. പക്ഷേ വെറുപ്പിക്കെങ്ങാനും ചെയ്തോടല്ലോ മുക്കിക്കൊല്ലും അയാള്. അയാൾ മുക്കിക്കൊല്ലും, എനിക്കറിയാം. നീ ഇപ്പൊ അവിവേകം ഒന്നും കാണിക്കരുത്. നമ്മൾ കേരളത്തിലല്ലേ എളിയാ ജീവിക്കുന്നത്. ഇവിടെ ചെറിയ അഴിമതിയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ ആരും ഒന്നും ചെയ്യില്ല. എന്റെ പാർട്ടി ഉണ്ട് കൂടെ. അതെ, ഈ പേരും പറഞ്ഞ് ഇനി നീ എന്റെ മുമ്പിലേക്ക് വരണ്ട. ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞതാണ്. അത് സത്യമായിട്ടുള്ള റിപ്പോർട്ടുമാണ്. അങ്ങനെ നീ അങ്ങ് തീരുമാനിച്ചാ? ഞാൻ തീരുമാനിച്ചെങ്കിൽ കനക നീ അനുഭവിക്കും. ഞാനാണ് പറയണത്, ക്ലീറ്റസ് ആണ് പറയണത്. ഞാൻ എന്റെ ജോലി ചെയ്യട്ടെ. ഞാൻ നിന്റെ ജോലി നോക്കാനില്ലേ? നിന്റെ ജോലിയിൽ ഞാൻ ഇടപെടുന്നില്ലല്ലോ. അതുപോലെ എന്റെ ജോലിയിൽ വന്നിട്ട് ഇടപെടണ്ട. അയാൾക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. നീ കണ്ടവർക്ക് മുഴുവൻ വാക്ക് കൊടുക്കുന്നതിന്? അളിയാ, ഞാൻ പറഞ്ഞിട്ടാണ് ആള് ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയത്. കനക നിന്റെ അളിയനാന്ന് പറഞ്ഞിട്ട് നീ കണ്ടവർക്ക് മുഴുവൻ വാക്ക് കൊടുക്കുന്നത് എന്തിനാണ്? എടാ, നാട്ടിൽ ഇത്രയും നല്ലൊരു വികസനം വരുമ്പോ അതിനെതിരെ നിൽക്കുന്ന നല്ലതല്ല. വികസനം ഉണ്ട്, നീ പാടിന് പോകലേ. കനക, നീ കളിക്കരുത്. എന്റെ രാഷ്ട്രീയ പാരമ്പര്യം വെച്ചിട്ട് ഞാൻ പറയാം. എന്റെ പാരമ്പര്യം ഞാൻ പറയാവുന്ന മാക്സിമം പറഞ്ഞു കഴിഞ്ഞൂട്ടാ. ഒരു പ്രശ്നം വന്നാൽ ഒരു നാട്ടുകാരൻ നിന്റെ കൂടെ കാണൂല. ഈ നാട്ടുകാരൊന്നും. എടാ, ഈ വിഷയത്തിൽ നാട്ടുകാർ മൊത്തം എന്റെ കൂടെയാണ്. അതിൽ ഒരു തർക്കമില്ല. എന്റെ അളിയാ, എത്തിപ്പോലെ നക്കാപ്പിച്ച ഇറങ്ങിയ തിരിയണ നാട്ടുകാരാണ് ഇവിടെ ഉള്ളവന്മാർ. ഇവന്റെ ഒരു ജോലിക്കാര്യത്തിൽ ഞാൻ ഇന്ന് വരെ ഇടപെട്ടിട്ടില്ലല്ലോ. എന്റെ ജോലിക്കാര്യത്തിൽ ഇവൻ ഇടപെടണ്ട. വിളിച്ചോണ്ട് പോകും. ആവശ്യമുള്ള കാര്യത്തിൽ നീ ഇടപെടണം. ഇതെന്താ ആവശ്യം? കളിക്കരുത്. ഇവിടെ കമ്പനി വരുത്തി ഞാൻ കാണിച്ചു തരുന്നത്. അതെ, ഞാൻ ഇവളെ ഓർത്തിട്ടാണോ? അല്ലെങ്കിൽ നീ എന്റെ മുമ്പിൽ നിന്നിട്ട് ഈ ഒരു കമ്പനി വേറെ ഏതോ ഒരുത്ത പൈസ മുടക്കാൻ പണിയുണ്ട്. അതിന്റെ പിന്നാലെ വെറുതെ മൂട്ട് തൂങ്ങി നടക്കാണ്. അല്ലാതെ ഇനി ആ റിപ്പോർട്ട് അയച്ച് ഞാൻ തിരുത്തി വാങ്ങിക്കണം. വേണ്ട, റിപ്പോർട്ട് തിരുത്തണ്ട. അത് മര്യാദക്ക് പറഞ്ഞാ പോരെ. ചൂടാണെന്തിനാ? മര്യാദക്കല്ലേ പറഞ്ഞത്? മതി, അവിടെ പോയിരിക്കും. എന്താ അവന്റെ ഉദ്ദേശം? അവൻ എന്താണ് വിചാരിച്ചു വെച്ചേക്കണേ? അവന്റെ ഈ ഉണക്ക ഡിപ്പാർട്ട്മെന്റും വിചാരിച്ചാ ഇവിടെ അങ്ങ് നാട് നന്നാക്കി കളയാന്ന്. എന്നെ പോലെ ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യണതിന്റെ 4-1 അവനൊന്നും ചെയ്യാൻ പറ്റൂല. അത് അവൻ അറിയില്ല. തെറ്റി അവന്റെ അടുത്ത് പോയി തമ്മിത്തല്ലൂടാ എങ്ങാണ്ട് കിടക്കണ മുതലാളിക്ക് വേണ്ടിട്ട്. അയാൾ ആരാ നിങ്ങളുടെ? സുരേന്ദ്ര മുതലാളി എനിക്കിപ്പോ എന്റെ ദൈവത്തെ പോലെയാണ്. ദൈവത്തെ പോലെ. ദൈവം ഭയങ്കര അനുഗ്രഹമല്ലേ തന്നോണ്ടിരിക്കണേ? അയാൾ എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്. ഈ പദ്ധതി നടപ്പിലായുണ്ടല്ലോ, അയാൾക്ക് ഞാൻ കൊടുക്കാനുള്ള മുഴുവൻ പൈസ അയാൾ എഴുതി തള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അയാൾ തുടങ്ങാൻ പോണ സോപ്പ് കമ്പനിയിലെ വർക്കിംഗ് പാർട്ണർ ഇനി ഞാനാ. അപ്പൊ എന്റെ ഒരു കാര്യം അവന് ചെയ്തു തന്നെ എന്താ? അങ്ങനെ അളിയനും പെങ്ങളും കുടുംബം നന്നായി പോകൂലേ? ഇത് വല്ലതും നടക്കോ ക്ലീറ്റോ? നിങ്ങള് ഞാൻ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞു തരും. എന്ത് കാര്യത്തിന് ഞാൻ ഇറങ്ങിയാലും നടക്കുവോ? എവിടെ നടക്കാൻ? ഇങ്ങനെ ഒരു പിന്തിരി
എന്റെ കർത്താവ് എന്ന് ഈ ആങ്ങളെയും പെങ്ങളെ എന്റെ തലയിൽ വന്ന് കയറി അന്ന് തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. അങ്ങോട്ട് വന്ന് കയറിയതൊന്നുമല്ലല്ലോ, ഇങ്ങോട്ട് വന്നല്ലേ. ഓ ആര് വിളിക്കട്ടെ എന്ന് ഒരുത്തി നോക്കി ഇരിക്കുകയായിരുന്നു അന്ന് ഇറങ്ങി വരാൻ. കഷ്ടകാലത്തിനൊന്ന് വിളിച്ചു പോയി. ഇതിന് ഞാൻ മറുപടി പറയണില്ല ക്ലീറ്റോ. ഓ നീ പറയടി, എന്നിട്ട് നീ അതായിട്ട് കുറയ്ക്കണ പറഞ്ഞിട്ട് പോ. നിങ്ങൾക്ക് എന്താ പ്രാന്ത് പിടിച്ചോ? അല്ല അവൻ എനിക്ക് പ്രാന്താടി. അല്ല കുടുംബത്തിനൊരു നല്ലത് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടണുണ്ട്. അപ്പൊ അതിനങ്ങോട്ട് തടസ്സം നിൽക്കുകയാണ് അതിന് എൻ്റെ ഭാര്യ കൂട്ട്. ഇങ്ങനെ ഒരു ഭാര്യ എന്തിനാണ്? അങ്ങോട്ട് ഉപേക്ഷിച്ച് കളാം. അല്ല ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എൻ്റെ ഈ പദ്ധതി നടന്നില്ലെങ്കിലുണ്ടല്ലോ, ആ എനിക്കറിയാം എന്താ ചെയ്യണമെന്നുള്ളത്. അതെ എന്താ തങ്കം, നീ അവൻ്റെ ദേഷ്യമൊക്കെ ഒന്ന് മാറുമ്പോൾ നീ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കടി അവനോട്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി തരാൻ പറ. നമുക്ക് അത്രയും ഗുണമുള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ പറയണേ. അത് അവന്റെ ജോലി, ഞങ്ങൾ കൂടെ പറപ്പൊക്കെ ആയിരിക്കും, പക്ഷെ അവന്റെ ജോലിയിൽ ഞാൻ ഇടപെടില്ല. ഒരു കാര്യം ചെയ്യ്, നീ ഇടപെടണ്ട. ഞാൻ വേറൊരു ഐഡിയ പറയാം. നമ്മുടെ അമ്മാവനോടല്ലോ, അമ്മാവനെ കൊണ്ട് നീ ഒന്ന് പറയിപ്പിക്കുക. അമ്മാവൻ പറഞ്ഞാൽ കേൾക്കും. അത് കൊള്ളാം. ഞാൻ അമ്മാവനെ വിളിച്ചു തരാം. എന്നിട്ട് ആര് സംസാരിക്കും? നീ പറഞ്ഞാൽ മതി അമ്മാവനോട്. എനിക്ക് ഭ്രാന്തില്ല നിങ്ങളെപ്പോലെ. അമ്മാവൻ ഈ ഒരു കാര്യത്തിന് എന്റെ സഹായം കിട്ടുമെന്ന് ക്ലീറ്റോ വിചാരിക്കണ്ട. അത് തന്നെയല്ല, കണി കണ്ട മുതലാളിക്കൊക്കെ വേണ്ടിയിട്ട് ഈ മുറ്റത്ത് കിടന്ന സമയത്താലും കൂടാനും ഞാൻ സമ്മതിക്കൂല, പറഞ്ഞേക്കാം. ഇന്നലെ ഹവിൽദാരെ മോനും മോളും നോക്കിയിരുന്നോ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ക്ലീറ്റോ കാണിച്ചു തരാം. അയ്യോ കൊറേ ആയി കാണിക്കാൻ തുടങ്ങിയിട്ട്. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് അവന്റെ അപ്പന്റെ വകയല്ലേ? എന്താന്ന്? ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ വേറെ നല്ല ആണുങ്ങളുണ്ട്, എനിക്കറിയാം. അല്ല അതിന് മുമ്പ് എന്താ പറഞ്ഞേ? ആരൊന്നും പറഞ്ഞില്ല, പറഞ്ഞത് തന്നെ. ആ ഈ പദ്ധതി നടന്നില്ലെങ്കിലുണ്ടല്ലോ ഇവിടെ പലതും കാണേണ്ടി വരും. അതിന് റെഡിയായിരുന്നോ? നിനിപ്പോ വേറെ എങ്ങോടെങ്കിലും നീങ്ങ തല്ലു പിടിക്കാൻ. നേരം വെളുത്ത് കണ്ണ് തെളിയാൻ തുടങ്ങുമ്പോ തുടങ്ങും വെല്ലുവിളിക്കാൻ. വെല്ലുവിളി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നടക്കണില്ല.